ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ. 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എനിക്ക് സംസ്ഥാന യുവജനോത്സവത്തിന് 1ാം സ്ഥാനം കിട്ടിയത്. എന്നെ ദേവരാം മാഷിന് പരിചയപ്പെടുത്തുന്നത് ഇന്നത്തെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയാണ്. ഇനി എന്നുവരെ ജീവിക്കും അന്നുവരെയും ഈ കലാരംഗത്ത് തുടരാനാണ് എൻ്റെ ആഗ്രഹം. തൃശ്ശൂരിന്റെ മണ്ണിൽ 64ാമത് സംസ്ഥാന കലോത്സവം പുരോഗമിക്കുകയാണ്. നമ്മളൊരു 35 വർഷം പിന്നോട്ടൊന്ന് പോവുകയാണ്. 1989 പാലക്കാട് നടന്ന സംസ്ഥാന കലോത്സവത്തിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുള്ളത്? അന്നത്തെ കലോത്സവത്തിൽ പങ്കെടുത്ത ഒരാളെ നമ്മുടെ വേദിയിൽ കിട്ടിയിട്ടുണ്ട്. പട്ടസനത്ത് ഇപ്പോൾ ചലച്ചിത്ര ഗാനരംഗത്തൊക്കെ സജീവമായിട്ടുള്ള ആൾ കൂടിയാണ്. 1989 സംസ്ഥാന കലോത്സവത്തിൽ ലളിതഗാനത്തിൽ 1ാം സ്ഥാനം നേടിയ ആളാണ് എൻ്റെ കൂടെ ചേരുന്നത്. അന്നത്തെ കാലത്തേക്ക് ഓർക്കുമ്പോൾ ഇപ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കാര്യം എന്താ? ഫസ്റ്റ് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ ഭയങ്കര ജനപങ്കാളിത്തമാണ്. പിന്നെ മാധ്യമങ്ങൾ വളരെയധികം ഇത് കവറേജ് കൊടുക്കുന്നുണ്ട്. അന്നാണെങ്കിൽ ഇത്രത്തോളം മാധ്യമ കവറേജ് ഒന്നും കിട്ടില്ല. ആളും ആരവമൊന്നുമില്ല. സ്കൂളിലെ കുട്ടികളും ഈ മത്സരിക്കുന്ന കുട്ടികളും ടീച്ചേഴ്സും മാത്രമേ കാണുള്ളൂ. പിന്നെ പഠിക്കാനുള്ള സാഹചര്യമൊക്കെ അന്ന് ഉണ്ടായിരുന്നോ? പഠിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി ബാലകലോത്സവത്തിൽ അത് ആദ്യം ബാലകലോത്സവമല്ല, ആദ്യം അക്കാഡമിക് കൗൺസിലാണ് നടത്തുന്നത്. കുറേ സ്കൂളുകൾ പങ്കെടുക്കും. പിന്നെ അത് കഴിഞ്ഞാണ് സബ് ജില്ലാ ബാലകലോത്സവം. അത് കഴിഞ്ഞ് ബാലകലോത്സവം വരുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടാണ് നമുക്ക് യുവജനോത്സവം വരുന്നത്. അങ്ങനെ യുവജനോത്സവത്തിലാണ് എനിക്ക് 1ാം സ്ഥാനം കിട്ടിയത്. 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്? അല്ലല്ല, 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എനിക്ക് സംസ്ഥാന യുവജനോത്സവത്തിന് 1ാം സ്ഥാനം കിട്ടിയത്. ജി ദേവരാജൻ മാഷ് സംഗീതം നൽകി ONV കുറുപ്പ് സാർ എഴുതിയ ഗാനത്തിനാണ് എനിക്ക് 1ാം സ്ഥാനം ലഭിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഗാനം ആലപിച്ചാലോ? ഇത് ജയേട്ടൻ്റെ നാടാണ്. ജയേട്ടൻ പാടിയ ഒരു ദേവരാജൻ, എൻ്റെ ഗുരുവായ ദേവരാജ മാഷ് പഠിപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആ ഗാനം ഞാൻ പാടാം. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നീലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. പ്രായമൊക്കെ ഇത്രയായെങ്കിലും ആ ശബ്ദത്തിനും ആ സംഗതികൾക്ക് ശ്രുതിക്കൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല എന്നാണ് നമ്മുടെ സനലേട്ടൻ പറയുന്നത്. ഇപ്പം എന്താ ചെയ്യുന്നത്? ഒരു പ്രധാന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ദേവരാം മാഷിന് പരിചയപ്പെടുത്തുന്നത് ഇന്നത്തെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയാണ്. അത് എൻ്റെ സംഗീത ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുകയും അതെനിക്ക് ഉയർന്നു വരുന്നതിൽ വളരെയധികം പങ്കുവയ്ക്കുകയും ചെയ്തു. ഇപ്പം എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ ബാങ്കിലാണ്, മാനേജറാണ്. രണ്ട് വിഭാഗമാണല്ലേ? ഈ ബാങ്കിലെ കണക്കും സംഗീതം തമ്മിൽ ഒത്തുചേരാറുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇതിനെല്ലാം ഞാൻ ഒരു പ്രത്യേക സമയങ്ങൾ കണ്ടെത്തി എല്ലാത്തിനും ഞാൻ പങ്കെടുക്കും. കാരണം ഇന്ന് ഞാൻ ലീവ് എടുത്താണ് ഇവിടെ വന്നത്. ഞാൻ ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം എല്ലാ വർഷവും ഈ 1ാം സ്ഥാനം നേടിയ ശേഷം എല്ലാ കലോത്സവങ്ങളിലും പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ടോ? മിക്കവാറുമുള്ള എല്ലാ കലോത്സവങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. ഇനി എന്നുവരെ ജീവിക്കും അന്നുവരെയും ഈ കലാരംഗത്ത് തുടരാനാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതൊക്കെയാണ് കലോത്സവ നഗരിയിലെ വിശേഷങ്ങൾ. കലകലക്കുന്ന കലോത്സവത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.